ഹലോ, വെൽക്കം ടു ഓൺ ദ ഗോ വിത്ത് ജിജീസ്. എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ കുട്ടികളുടെ കൂടെ ഇവിടെ ടൊറൻറ്റോയിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പം മോർണിംഗ് ഫസ്റ്റ് തിങ് ഞങ്ങൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയി, ബ്രാംപ്ടണിൽ. അപ്പം അതിനു വേണ്ടി റെഡി ആവുകയാണ്. മോനെ വെയിറ്റ് ചെയ്യാണ്, അവൻ വന്ന് പിക്ക് ചെയ്യും. സോ ടെമ്പിൾ വിസിറ്റാണ് ഫസ്റ്റ്. സോ ഓൺ ദ വേ ടു ബ്രാംപ്ടൺ കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന്. വേറെ കമ്മ്യൂണിറ്റിയാണത്. ധാരാളം ഇന്ത്യക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബ്രാംപ്ടൺ. സോ ഇതാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ബ്രാംപ്ടൺ വളരെ ഫേമസ് ആണ്, കാനഡയിൽ ഒൻറ്റാരിയോയിലുള്ള ടെമ്പിൾ. ഒരു നാട്ടിലെ പോലെ തന്നെ പല ഫെസ്റ്റിവൽസും. ഇപ്പോൾ കഴിഞ്ഞ മാസം അവരുടെ ആനുവൽ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ജൂൺ ലാസ്റ്റ് വീക്ക്. വളരെ ഫേമസ് ടെമ്പിളാണിത്. സോ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ലൊരു ഏരിയ ആണ്. അപ്പം തിരക്ക് കുറവായിരുന്നു, വീക്ക് ഡേ ആയത് കാരണം. അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ധാരാളം മലയാളീസും പഞ്ചാബീസും ഒക്കെ ഉള്ള സ്ഥലം കേട്ടോ ബ്രാംപ്ടൺ. പഞ്ചാബീസ് ഇഷ്ടം പോലെയുണ്ട് ബ്രാംപ്ടണിൽ. അപ്പം ഓൾറെഡി ബ്രാംപ്ടണിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഗ്രോസറീസ് മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചലോ ഫ്രഷ്കോയിൽ വന്നിരിക്കുകയാണ്. കണ്ടോ, ഫ്രഷ്കോന് തന്നെ ഒരു ചലോ ഒഴിച്ചിട്ടുണ്ട്. അത്രയും ഇന്ത്യൻ വൈബാണിത്. ഫുൾ ഇന്ത്യക്കാരാണ്, പഞ്ചാബീസിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇന്ത്യൻ വെജിറ്റബിൾസ്, ഇന്ത്യൻ സാധനങ്ങളെല്ലാം ഉള്ളൊരു ഷോപ്പാണ് ചലോ ഫ്രഷ്കോ. സോ അത്യാവശ്യം ചില ഗ്രോസറീസൊക്കെ, വെജിറ്റബിൾസൊക്കെ ഞാൻ വാങ്ങിക്കുകയാണ്. ഇപ്പം സമ്മർ ആയത് കാരണം ധാരാളം ക്യൂക്കുംബേഴ്സ്, സ്ട്രോബെറി, ടൊമാറ്റോസ് അതൊക്കെ ധാരാളം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ ഫ്രഷാണ് കേട്ടോ. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രഷ് ടൊമാറ്റോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സീസൺ ആണല്ലോ. റാഡിഷും ഫ്രഷായിട്ട് ഇവിടെ കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസ്. ഈ പച്ചമുളക് വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല കേട്ടോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്. കുറേ വെജിറ്റബിൾസ് ഇത് കണ്ടോ, നമ്മുടെ ലോക്കി, ചൊരക്ക, കുറേ വെജിറ്റബിൾസ് വരുന്നത് കരീബിയൻ നിന്നാണ്. നമ്മുടെ കേരളം പോലെയുള്ള ക്ലൈമറ്റാണ് അവിടെ. സോ കുറേ വെജിറ്റബിൾസ്, ഈവൻ ഈ ടെൻഡർ കോക്കനട്ട്, കരിക്ക്, അതും വരുന്നത് കരീബിയൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ തേങ്ങ ഒരുവിധം എല്ലാം കരീബിയനിലും കിട്ടും. കേരളത്തിലത്തെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കരീബിയനിലും കിട്ടും. ഈവൻ കറിവേപ്പില വരുന്നത് കരീബിയൻ എന്നാണ്. ആ ചലോ ഫ്രഷ്കോൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു സ്വീറ്റ് ഷോപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് സ്വീറ്റ്സ് വേണം. അപ്പം മോൾക്ക് രസ്മലായി, മോന് ഗുലാബ് ജാമുൻ, അങ്ങനെ പലതും ഏത് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാണ്. ഫ്രഷ്കോ ഒരു ഹ്യൂജ് ഷോപ്പാണ് കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. ഇറ്റ്സ് എ ഹ്യൂജ് ഷോപ്പ്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മേടിക്കാമെന്ന് വെച്ചു. കുറച്ച് ചിക്കൻ അവർ കട്ട് ചെയ്ത് തരും. യൂഷ്വലി ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറില്ല, പക്ഷേ ഇത് ചലോ ഫ്രഷ്കോ ആയതുകൊണ്ട്, ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് അവർ കട്ട് ചെയ്ത് തരാണ്.
ഇതാണ് ഷെയർ ആട്ട കേട്ടോ. ഞാൻ കാനഡയിൽ വന്ന കാലം തൊട്ടിട്ട് 2000s തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആട്ടയാണ് ഷെയർ ആട്ട. എനിക്ക് ആട്ട വേണ്ടിയിരുന്നു, പക്ഷേ ഇവർക്ക് ചെറിയ പാക്കറ്റ് ഇല്ല. ഇത് വാൻകൂവർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ബ്യൂട്ടിഫുൾ, നല്ല ആട്ടയാണിത്. എത്ര വർഷങ്ങളായി, ഇപ്പോഴും അവരുണ്ട്. സോ ഇത് മീറ്റ് സെക്ഷൻ. അപ്പോൾ അവിടുന്ന് ഞാനൊരു ചിക്കൻ കട്ട് ചെയ്ത് കറി പീസാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു. ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അവർ കട്ട് ചെയ്ത്, ഇന്ത്യക്കാരുടെ ഷോപ്പാണെങ്കിൽ മാത്രം അവർ കട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ ഹോൾ ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്യണം. ഇത് കിങ് ഫിഷ് ആണ്. കിങ് ഫിഷ് നമ്മുടെ നെയ്മീൻ ഫ്രോസൺ ആണിത്. പണ്ട് ഞാൻ ചിക്കൻ കോസ്കോന്ന് മേടിക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യും. അങ്ങനെ കൈവേദന വന്നിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്യാൻ. ഫിഷ് അധികം സാൽമണും, ഇവിടുത്തെ ഫിഷ് സാൽമണും ട്രൗട്ടും ആണ്. ഇത് മാരിനേറ്റഡ് ഫിഷാണ്. ഫിഷ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം, ബേക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഗ്രോസറി ഒക്കെ മേടിച്ചു, നമ്മൾ തിരിച്ച് ഡൗൺ ടൗൺ ടൊറൻറ്റോയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് മാച്ചുള്ള ദിവസമാണെന്ന് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. ഇന്ന് മാച്ച് ഉണ്ട്, ഫിഫ മാച്ച് നടക്കുന്നുണ്ട് ഡൗൺ ടൗണിൽ. ഇന്ന് പോർച്ചുഗലിൻ്റെ ഒരു മാച്ച് ഉണ്ട്, കറക്റ്റ്. അപ്പോൾ റൊണാൾഡോ ടൗണിലുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടികൾ. നമ്മൾ ഓൾമോസ്റ്റ് ഡൗൺ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഭയങ്കര ട്രാഫിക് ഡൈവേഷനും കാര്യങ്ങളൊക്കെയാണ്, ബിക്കോസ് മാച്ച് ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ്. ധാരാളം പോലീസും റോഡിലുണ്ട്. ഇന്നും നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു കേട്ടോ. മഴയൊന്നുമില്ല, നല്ല സണ്ണിയാണ്. കനേഡിയൻസിന് വെയിൽ കിട്ടുന്ന വളരെ അപൂർവം 2 മാസങ്ങളാണ് ജൂലൈ, ഓഗസ്റ്റ്. ഇതാ നമ്മൾ CN ടവർ അപ്രോച്ച് ചെയ്തു. ഇതാണ് ടൊറൻറ്റോൻ്റെ ഹൈലൈറ്റ്, CN ടവർ. ഇതാണ് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്, മീൻസ് ടവറാണ് കാനഡേൻ്റെ. ഒരു മാഗ്നിഫിസൻറ്റ് ആണ്, സിറ്റീൻ്റെ നടുക്കുള്ള ഒരു ടവർ തന്നെയാണത്. സോ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു. ബിക്കോസ് അപ്പോഴേക്കും സമയം ഒരു ആഫ്റ്റർനൂൺ ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഹെവി ഐറ്റമൊന്നുമല്ല, ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈറ്റൺ സെൻറ്ററിലേക്ക്, ടൊറൻറ്റോയിലുള്ള ഒരു ഫേമസ് ഡൗൺ ടൗണിലുള്ള ഈറ്റൺ സെൻറ്ററിലേക്ക് പോയി. ഇറ്റലി എന്നാട്ടോ കഴിക്കുന്നത്. ഇറ്റലി പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല, ബിക്കോസ് ഹെവി ആയിട്ട് വേണ്ടിയിരുന്നില്ല. സോ സംതിങ് ലൈറ്റായിട്ട് പേസ്ട്രീസ് കഴിക്കാമെന്ന് വെച്ചു. ധാരാളം ഫ്രോസൺ സാൻഡ്വിച്ചസ്, ഫ്രോസൺ പിസ്സാസ് ഒക്കെ ഉണ്ട്. പേസ്ട്രീസ്, ഇറ്റാലിയൻ പേസ്ട്രീസ്, എനിക്ക് അവിടെ ഷോപ്പ് കണ്ടതെല്ലാം കഴിക്കണമെന്ന് തോന്നി, അത്രയ്ക്കും വെറൈറ്റി ഉണ്ട്. ഞാൻ യൂഷ്വലി പേസ്ട്രീസിൻ്റെ ഒരാളാണ്. കേക്ക്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്കിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേസ്ട്രീസ് ട്രൈ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ചീസ് കേക്കാണത്, ടിരാമസു ആണത് കേട്ടോ. എന്തുമാത്രം വെറൈറ്റി ഓഫ് പേസ്ട്രീസ് ആണെന്നറിയോ ഈ ഷോപ്പിലുള്ളത്. ഇറ്റലി എന്ന് പറഞ്ഞാൽ ഒരു ചെയിനാണത്. ഈവൻ ദുബായിലും ഇറ്റലി ഉണ്ട് കേട്ടോ. ദുബായ്, അബുദാബിയിലെല്ലാം ഇറ്റലി ഉണ്ട്. ദേ ഹാവ് ലോട്ട് ഓഫ് വെറൈറ്റി. അവരുടെ പ്രോഡക്ട്സ്, ഈവൻ ടൊമാറ്റോ സോസും പാസ്ത സോസും എവ്രിതിങ് അവർ ഡയറക്റ്റ് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തത്, ഐ ഡോണ്ട് റിമെമ്പർ, അതിൻ്റെ എന്തോ ഒരു പേസ്ട്രി, അതിൻ്റെ പേര് എനിക്കറിയില്ല, സംതിങ് ഇറ്റാലിയൻ, ഒരു കാപ്പച്ചിനോ ആണ് ഓർഡർ ചെയ്തത്.
എനിക്ക് ഇവിടുത്തെ ഡ്രിങ്ക്സ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. സോ ഞാൻ വിചാരിച്ചൊരു ക്യാപ്പച്ചിനോ ട്രൈ ചെയ്യാം. ഐ ഓർഡേർഡ് ആൻ ആൽമണ്ട് ക്രൊസോൺ. അതെ, ആൽമണ്ട് ക്രൊസോൺ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ആൻഡ് വൺ മോർ പേസ്ട്രി ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ ദ നെയിം. കണ്ടോ എന്തുമാത്രം വെറൈറ്റി ഓഫ് പിസ്സാസ് ആണ്. ഇതൊക്കെ പിസ്സാസിൻ്റെ ഓരോ സ്ലൈസസ് ആണ്. വെറൈറ്റി ഓഫ് ഡിഷസ് ആണ് കേട്ടോ ഇവിടെ. സാൻഡ്വിച്ചസ് വെറൈറ്റി ഉണ്ട്, അതേ സമയത്ത് എക്സ്പെൻസീവും ആണ് കേട്ടോ. പക്ഷേ സ്റ്റിൽ ആൾക്കാർ അവിടെ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. മീൻസ് അത്യാവശ്യം ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയത് കാരണം അങ്ങനെ കുട്ടികളുടെ കൂടെ ഒരു ലൈറ്റ് ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചല്ല, ഒരു ലൈറ്റ് സ്നാക്ക്. എനിക്ക് എപ്പോഴും കെഫെയാണ് ഇഷ്ടം, ലഞ്ച് അങ്ങനെ ഇഷ്ടമല്ല. കുറേ ട്രൈ ചെയ്യാനുണ്ട്. മാച്ച ട്രൈ ചെയ്യാനുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ ട്രൈ ചെയ്യാനുണ്ട്. ഒക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവിടെ ദൂരെ ഖസാന എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അത് നമ്മുടെ മാസ്റ്റർ ഷെഫ് സഞ്ജീവ് കപൂറിൻ്റെ ഖാന ഖസാന. സഞ്ജീവ് കപൂറിൻ്റെ റെസ്റ്റോറൻ്റാണത്, ഖാന ഖസാന. നമ്മളപ്പം കോഫിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സമൻസ് എന്ന് പറഞ്ഞിട്ടൊരു റീറ്റെയിൽ ഷോപ്പിൽ ജസ്റ്റ് ചുമ്മാ വിൻഡോ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ടു സീ എന്തൊക്കെയാണ് സ്റ്റോറിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട് ആൻഡ് ബ്രൗസിങ്. കാനഡയിലെ ഷോപ്പിംഗ് മാൾസ് ഒരു വേറെ ലെവലാണ് കേട്ടോ. അത് ദുബായ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ദുബായ് റിച്ച് ആൻഡ് ലക്ഷറിയസ് ആണ്. കാനഡ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഷോപ്പിംഗ് ദുബായിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇറ്റ്സ് എക്സ്പെൻസീവ്. പക്ഷേ വെറൈറ്റി ഓഫ് ചോയ്സസ് നോർത്ത് അമേരിക്കയിലാണ് എപ്പോഴും ഷോപ്പിങ്ങിന് ബെസ്റ്റ് പ്ലേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദുബായ് അല്ല, നോർത്ത് അമേരിക്കയാണ്. ഇവിടെയാണ് എപ്പോഴും സെയിലും ഒക്കെ വരിക. എന്ത് എക്സ്പെൻസീവ് ആണെങ്കിലും വെൻ എ സെയിൽ കംസ് ഇറ്റ്സ് ഓൾവേസ് ചീപ്പർ ഇൻ നോർത്ത് അമേരിക്ക ദാൻ ഇൻ ദുബായ്. ദുബായിലെല്ലാം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ മാൾസും ഒക്കെ ഒരു റിച്ച് ആൻഡ് ലക്ഷറിയസ് ആണെങ്കിലും ഷോപ്പിംഗ് നോർത്ത് അമേരിക്ക. US ഇസ് മച്ച്, ഇതിനേക്കാളും നല്ലതും US ആണ്. ആൻഡ് ഔട്ട്ലെറ്റ് മാൾസ് ആർ ദ അൾട്ടിമേറ്റ്. ആൻഡ് ഇവിടെ കാനഡ ഡേ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. സോ ലോട്ട് ഓഫ് സെയിൽ ഗോയിങ് ഓൺ. ഇങ്ങനെ ഞങ്ങൾ യൂണിക്ലോയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. യൂണിക്ലോ ഇസ് വൺ ഓഫ് മൈ ഫേവററ്റ് ഷോപ്സ് കേട്ടോ. ഇന്ത്യയിൽ അവർ ഡൽഹി ബോംബെയിലാണെന്ന് തോന്നുന്നുള്ളത്. ഇറ്റ്സ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവററ്റ് ഷോപ്സും. എൻ്റെ ഓൾമോസ്റ്റ് എവറിത്തിങ് ഐ ബൈ ഫ്രം യൂണിക്ലോ. ഇത് ടൊറൻറ്റോൻ്റെ ഒരു ടീഷർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ടൊറൻറ്റോ ബേസ്ഡ് ഒരു തീം ഉള്ള ഒരു ടീഷർട്ട് യൂണിക്ലോൻ്റെ ആണ്. നോക്കൂ, യൂണിക്ലോ അപ്സ്റ്റേഴ്സ് ആൻഡ് ഡൗൺ സ്റ്റേഴ്സ്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് സ്റ്റോർ കേട്ടോ. വളരെ സന്തോഷമായി യൂണിക്ലോ പോകാൻ പറ്റിയതും എല്ലാം ബ്രൗസ് ചെയ്യാൻ പറ്റിയതും. ഐ എം വെരി ഹാപ്പി. എൻ്റെ വേറൊരു ഫേവറേറ്റ് സ്റ്റോർ സാറയുണ്ട്. സാറയും ഇന്ത്യയിലുള്ളതുകൊണ്ട് ഐ ഡെൻറ്റ് ബൈ എനിത്തിങ് ഫ്രം സാറ. ലുലുലെമൺ കണ്ടോ? ഇറ്റ്സ് മൈ ഫേവറേറ്റ് സ്റ്റോർ. ബ്രൗസ് ചെയ്യാൻ മാത്രം. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമുക്ക് അവിടെ ഒന്നും വാങ്ങിക്കാൻ പറ്റും. മിനിമം $70 to $100 ആണ്. അവരുടെ ആക്റ്റീവ് വെയർ വളരെ ഫേമസ് ആണ്, ലുലുലെമൺ. സോ ദിസ് ഈസ് ടൊറോണ്ടോ ഈറ്റ് ആൻഡ് സെൻറ്റർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൊറൻറ്റോയിൽ വന്നപ്പം ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ധാരാളം ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ മോൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അവരെനിക്കൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇത് സാധാ കേക്കല്ല കേട്ടോ. അങ്കിൾ ടെറ്റ്സോൻ്റെ ജാപ്പനീസ് ചീസ് കേക്കാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേക്കാണ് അത്. ഇറ്റ്സ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് കേക്ക്സ്.
മോൻ ഡൗൺ ടൗണിലാണ്. സോ ഈറ്റൻ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ്. സോ അവിടെ നിന്നായിരുന്നു നമ്മുടെ കേക്ക് കട്ടിങ്. ഇറ്റ്സ് എ വണ്ടർഫുൾ കേക്ക് കേട്ടോ. ഇറ്റ്സ് എ വെരി നൈസ് കേക്ക്. അത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് പോകും. ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, കോട്ടൺ ക്യാൻഡി പോലെ. സച്ച് എ നൈസ് കേക്ക്. എനിവേ, ഇത്തവണത്തെ ബർത്ത്ഡേ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. കാരണം കുറേ ആയി രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട്. ബർത്ത്ഡേസിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ പറ്റാറില്ല. സോ അങ്ങനെ ഒരു ഇമോഷണൽ ബർത്ത്ഡേ കഴിഞ്ഞു കുട്ടികളുടെ കൂടെ. അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഹാൻഡ് ബാഗായിരുന്നു. കോച്ചിൻ്റെ ഹാൻഡ് ബാഗാണ്. ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച എൻ്റെ ഒരു കോച്ചിൻ്റെ ടാബി മോഡലാണ് അവരെനിക്ക് തന്നത്. ആൻഡ് ഐ വാസ് സോ ഓവർവെൽംഡ്. ഞാനൊരു ഭയങ്കര ഹാൻഡ് ബാഗ് ലവറാണ് കേട്ടോ. സോ ആഫ്റ്റർ ദ കേക്ക് കട്ടിങ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടൈം 7 മണി. ഡേ ലൈറ്റ് സേവിങ്സ് ആയത് കാരണം രാത്രി വളരെ ലേറ്റായിട്ട് ആവുള്ളൂ. ഒരു 9:30, രാത്രി 9:30, 10 ഇരുടാവുള്ളൂ. ഇപ്പോഴൊക്കെ നല്ല വെയിലാണ്. സോ ഞങ്ങൾ ക്വീൻ സ്ട്രീറ്റിലുള്ള ദേസി ബാർ ആൻഡ് ഗ്രില്ലിലാണ് പോകുന്നത് ഡിന്നർ കഴിക്കാൻ. ഇന്ത്യനാണ് ഡിന്നറിന് ഞങ്ങൾ സെലക്ട് ചെയ്തത്, ഇന്ത്യൻ ഫുഡ്. കാരണം അന്ന് പോർച്ചുഗലും ക്രൊയേഷ്യൻ്റെ മാച്ച് നടക്കുകയാണ്. അപ്പോൾ അത് ഹ്യൂജ് ബിഗ് സ്ക്രീനും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇരുന്ന് മാച്ചും കാണാം ഡിന്നറും കഴിക്കാം എന്നുള്ളതിലാണ് ഞങ്ങൾ ദേസി ബാർ ആൻഡ് ഗ്രില്ലിൽ പോയത്. ഞാൻ എൻ്റെ ബാഗ് അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കൾ രണ്ടുപേരും നല്ല സോക്കർ ഫാൻസാണ്. അവർ നന്നായിട്ട് സോക്കർ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ദേസി ബാർ ആൻഡ് ഗ്രില്ലിൽ റെസ്റ്റോറൻറ്റിൽ ധാരാളം ആളുകൾ മാച്ച് കാണാനായിട്ട് പോർച്ചുഗലിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്രൗഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് ക്രൊയേഷ്യനായിരുന്നു. ഇന്ന് ടൊറൻറ്റോയിൽ റൊണാൾഡോ ഉള്ള ദിവസമാണ്. സോ അതിൻ്റെ ഒരു ഫാൻസിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ വന്നു. തന്തൂരി, യൂഷ്വൽ നോർത്ത് ഇന്ത്യൻ സ്റ്റഫ്, ബട്ടർ ചിക്കൻ, നാൻ, തന്തൂരി. ഇത് സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത്. ഫുഡ് നന്നായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ടാക്കോയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടാക്കോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് പനീറിൻ്റെ ടാക്കോ ആയിരുന്നു. ഇത് ബട്ടർ ചിക്കൻ ആണ്. ഫുഡ് വാസ് ഗുഡ്. ഇത് ദാൽ തഡ്ക. പിന്നെ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്തൂരി റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾ റൈസും ഓർഡർ ചെയ്തിരുന്നു. സോ വി ഹാഡ് എ വണ്ടർഫുൾ ഡിന്നർ. നല്ല ഡിന്നറായിരുന്നു. മാച്ച് ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്നു. റെസ്റ്റോറൻറ്റിലുള്ള ഫുൾ സപ്പോർട്ടും ക്രൊയേഷ്യക്കായിരുന്നു. ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോക്കർ കാണാൻ.
സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഗെയിമിൻ്റെ ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഡൗൺ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ലിറ്റിൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അത് അവിടെയാണ് പോർച്ചുഗീസ്. കാരണം ഓരോ കമ്മ്യൂണിറ്റി, ഓരോ ആൾക്കാർക്കും ഓരോ സ്പോട്ട്സ് ഉണ്ട്. ഇന്ത്യേൻ്റെതാണെങ്കിൽ ലിറ്റിൽ ഇന്ത്യ, ഇറ്റലിക്കാർക്കാണെങ്കിൽ ലിറ്റിൽ ഇറ്റലി. ഇത് ലിറ്റിൽ പോർച്ചുഗലിൻ്റെ സെലിബ്രേഷനാണ്. കണ്ടോ, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല സെലിബ്രേഷനായിരുന്നു. ആൾക്കാർ ഫുൾ റോഡിലായിരുന്നു. അവരങ്ങനെ സെലിബ്രേറ്റ് എൻജോയ് ചെയ്യുമായിരുന്നു. വാട്ട് എ വേ ടു എൻഡ് മൈ ബർത്ത്ഡേ ആൻഡ് താങ്ക്സ് ടു മൈ ചിൽഡ്രൻ ഫോർ മേക്കിംഗ് ഇറ്റ് സോ സ്പെഷ്യൽ. വളരെ ഹാപ്പിയായി സെലിബ്രേറ്റ് ചെയ്തു. സോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, വ്ളോഗ് കാണുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ.